മാനസ, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അവർ അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ്. ആ കാരണങ്ങൾ തിരുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 6% അധിക വോട്ട് നേടാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഒന്ന് ഉഷാറായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ LDFന് മുന്നിൽ മറിക്കാൻ പറ്റാത്ത കോട്ടകളൊന്നും കേരളത്തിലില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. തീർച്ചയായും മനു, ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ തീർച്ചയായും ഒരു വ്യക്തത വരേണ്ട അനിവാര്യമാണ് എന്നത് തന്നെയാണ് കേരളം തെളിയിക്കുന്നത്. കാരണം കേരളത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വളരെ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ വലിയ പ്രചരണം എന്ന് പറയുന്നത് ഇടതു മുന്നണി തകർന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടതു മുന്നണിക്ക് വലിയ രീതിയിൽ കോട്ടം സംഭവിച്ചു എന്നതടക്കമുള്ള ഇനിയൊരു പക്ഷേ ഇടതു മുന്നണി അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇടതുമുന്നണിക്ക് LDFന് എത്രത്തോളം നേട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്, അതായത് വോട്ട് ശതമാനം അതോടൊപ്പം തന്നെ ഉയർന്ന കണക്കുകളൊക്കെയും തന്നെ നോക്കുകയാണെങ്കിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 6% ആണ് വോട്ട് ഇത്തവണ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് LDFന് വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് ഏത് രീതിയിലായിരുന്നു അതിൻ്റെ ഒരു അന്തരം എന്നത് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ LDFന് 99 സീറ്റ് നേടി വിജയിക്കാൻ അധികാരത്തിലെത്താൻ സാധിച്ച ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം കൂടി കേരളത്തെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ LDFന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അതിനേക്കായുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ്. മാത്രമല്ല ഈ കണക്കുകളൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു സൂചന തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് വാർഡുകൾ എടുത്തു നോക്കാതെ മുനിസിപ്പാലിറ്റികളും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും എടുത്തു നോക്കുകയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഇടങ്ങളിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒക്കെയും തന്നെ LDFൻ്റെ, അതായത് LDFന് ഇല്ലാതിരുന്ന വാർഡുകൾ പോലും തിരിച്ച് പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ശബരിമല വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതലായും LDFനെ ബാധിച്ചത് എന്നതൊക്കെ പറയുമ്പോഴും പന്തളത്തുൾപ്പെടെ LDF എത്രത്തോളമുള്ള വിജയമാണ് കാഴ്ചവെച്ചത് എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ തന്നെ വ്യക്തമായതാണ്. ആ ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് LDFൻ്റെ വോട്ട് ശതമാനം കൂടിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് 33.6% വോട്ടായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 39.13%, അതായത് വോട്ട് വിഹിതത്തിൽ 6% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് 66,65,370 വോട്ടുകളാണ്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 82,16,000 വോട്ടുകളാണ്. വർധന 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ വർധനയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഈ പ്രചാരണങ്ങളൊന്നും തന്നെ വ്യക്തതയില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ LDFനെ വീണ്ടും തകർക്കുക അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് ഒരു തടങ്കലിടുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതല്ലാതെ വസ്തുതകൾ നിരത്തി ഒരു ആരോപണം ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് UDFന് ഇതുവരെയും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും വരെ പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് കൈരളിയുടെ ചോദ്യങ്ങളിൽ നിന്ന് വരെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. ഈ മുന്നേറ്റം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലും അമിത ആത്മവിശ്വാസത്തിലുമാണ് UDF ഉള്ളത് എന്നത് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഏതായാലും
ഈ സാഹചര്യമായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവുക എന്നതാണ് കണക്കുകൾ. അതായത് നമ്മൾ ഇപ്പോൾ വോട്ട് വിഹിതം അതോടൊപ്പം തന്നെ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 2021 99 സീറ്റാണ് LDF നേടിയത്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം തിരിച്ചടി അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞ സാഹചര്യത്തിലാണ് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വന്നത്. ആ ഒരു അനുഭവവും ഇവിടെയുണ്ട്, ആ ഒരു ചരിത്രവും ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി ഉള്ളത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി യോഗങ്ങൾക്കെയും തന്നെ ചേർന്നിട്ടുണ്ട്. അതിൽ വിശദമായ ഈ കാര്യങ്ങളൊക്കെയും തന്നെ ചർച്ച ചെയ്ത് എല്ലാ പരിഹാര മാർഗങ്ങളിലും ചർച്ചയുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപുള്ളതിനേക്കാൾ ഈ വർധനവാണ് ഇത്തവണത്തെ വോട്ട് ശതമാനത്തിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ LDFന് ഇതൊരു പരാജയമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വികസന പ്രവർത്തനങ്ങൾ, LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെയും തന്നെ തുടരുകയും അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ഉദ്ദേശം എന്താണ്, സർക്കാരിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇനി അത് ആകെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഉള്ളത്. അതിനായുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് മുന്നണി. ശരി, ഓക്കെ, താങ്ക് യു മാനസയാണ് തിരുവനന്തപുരത്ത് ഈ വിവരങ്ങൾ നൽകിയത്.